In the briefing to the CCS, the cross-border linkages of the terrorist attack were brought out. It was noted that this attack came in the wake of the successful holding. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടലിലാണ് ഇന്ത്യയും ലോകവും. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നു. ഭീകരതയ്ക്ക് വളമേകുന്ന പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൂടുതൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ സമിതി യോഗം ചേർന്നിരുന്നു. നിർണായക തീരുമാനങ്ങളാണ് യോഗത്തിലെടുത്തത്. പ്രാകൃതമായ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ. പ്രധാനമായി 5 തീരുമാനങ്ങളാണ് സുരക്ഷാ സമിതി യോഗത്തിലെടുത്തത്. പാകിസ്ഥാനുമായി ഒപ്പിട്ട സിന്ധു നദീജല കരാർ റദ്ദാക്കിയതാണ് തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനം. പാകിസ്ഥാനെ ഏറെ ബാധിക്കുന്ന നടപടിയാണിത്. കിഴക്കൻ പാകിസ്ഥാനിൽ കൃഷിക്കും കുടിവെള്ളത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനുമൊക്കെ സിന്ധു നദീജല കരാർ പ്രധാനമാണ്. ഈ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ മേഖലയിൽ കുടിവെള്ളം മുട്ടും, കൃഷിയെ ഉൾപ്പെടെ ബാധിക്കുകയും ചെയ്യും. പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനമാണിത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലവിതരണ ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചത്. സിന്ധു നദിയിലെയും അതിൻ്റെ പോഷക നദികളിലെയും വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള കരാറാണിത്. കരാർ ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിലാണ് ഒപ്പുവെച്ചത്. കരാർ അനുസരിച്ച് പടിഞ്ഞാറുള്ള സിന്ധു, ഝലം, ചിനാബ് നദികൾ പാകിസ്ഥാനും കിഴക്കുള്ള ബിയാസ്, റാവി, സജലത് നദികൾ ഇന്ത്യക്കുമാണ്. ആർക്കും നൽകിയിട്ടില്ലാത്ത ചെറുനദികൾ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യക്കും പാകിസ്ഥാനും ഉപയോഗിക്കാം. കരാർ റദ്ദാക്കുന്നതോടെ പാകിസ്ഥാൻ്റെ ജലലഭ്യത കുറയും. കരാർ പ്രകാരം 70% വെള്ളവും ഉപയോഗിക്കുന്നത് പാകിസ്ഥാനാണ്. 1965 യുദ്ധകാലത്ത് പോലും ഈ കരാർ പ്രകാരമുള്ള ജലവിതരണം തടസ്സപ്പെട്ടിട്ടില്ല. കരാർ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കണമെന്ന നിലപാടിലായിരുന്നു ഇന്ത്യ. ഇക്കാര്യം രേഖാമൂലം ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ കരാറാണ് ഇപ്പോൾ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്. അട്ടാരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പൂർണ്ണമായും അടച്ചതാണ് മറ്റൊരു തീരുമാനം. നിലവിൽ ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരുടെയും വിസ റദ്ദാക്കി. എല്ലാ പാക് പൗരന്മാരും 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണം. ഇനി പാക് പൗരന്മാർക്ക് വിസ നൽകില്ല. സാർക്ക് വിസ എക്സ്റ്റൻഷൻ സ്കീം പ്രകാരം വിസ ലഭിച്ച എല്ലാ പാകിസ്ഥാൻകാരുടെയും വിസയും റദ്ദാക്കിയിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷമാരെ പുറത്താക്കി. ഇവർ ഒരാഴ്ചയ്ക്കകം ഇന്ത്യ വിടണം. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ്റെ നയതന്ത്ര കാര്യാലയത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം 55 നിന്ന് 30 വെട്ടിക്കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷമാരെ പിൻവലിക്കും. ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത ശക്തമായ തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്.